കാര്യം കൂടി അത് ക്ഷേമ പെൻഷൻ സംബന്ധിച്ചാണ്. 2500 രൂപ എന്നുള്ളത് LDFിൻ്റെ പ്രോമിസാണ്. കഴിഞ്ഞ 4 ബജറ്റിലും ധനമന്ത്രിക്ക് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞില്ല. ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കുക. ക്ഷേമ പെൻഷൻ്റെ കാര്യത്തിൽ അത് വളരെ കൃത്യമായി ഞാൻ പറഞ്ഞു. ക്ഷേമ പെൻഷൻ്റെ കാര്യത്തിൽ ഇപ്പോൾ കൊടുത്തു തീർക്കാനുള്ളത് കൊടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഉത്തരവാദിത്വം. 3000 കോടിയും കൂടി കുടിശ്ശികയുണ്ട്. അതായത് 3 മാസത്തെ കുടിശ്ശിക, 3000-ലധികം കോടി കുടിശ്ശികയുണ്ട്. ബാക്കി 5 മാസത്തെ കുടിശ്ശിക കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു, 2 കൊടുത്ത ഈ വർഷം. അപ്പോൾ അത് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു തുകയല്ല. പ്രത്യേകിച്ച് ഇത്തരം ഒരു സാഹചര്യം വരുമ്പം LDFിൻ്റെ മാനിഫെസ്റ്റോയും ഇലക്ഷനും നമ്മൾ നേരിടുന്ന സമയത്ത് ഉണ്ടായിരുന്ന കൺസ്ട്രെയിൻസിനേക്കാളും കൂടുതൽ നമ്മുടെ പണം വെട്ടിക്കുറയ്ക്കുകയും കൂടി ചെയ്ത അനുഭവമുണ്ട്. എങ്കിലും പറഞ്ഞ കാര്യങ്ങളിൽ പരമാവധി മുന്നോട്ട് ചെയ്തു പോകാനാണ് ശ്രമിക്കുന്നത്. ആദ്യം ഇപ്പോൾ നിയമസഭയിൽ പറഞ്ഞ ഈ പണം കൊടുത്തു തീർക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അതിനകത്ത് ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഈ 400 രൂപ ഇപ്പോൾ കൊടുക്കുന്ന 400 രൂപ വർദ്ധിച്ചത് ഏറ്റവും അവസാനത്തെ മാസങ്ങളിലാണ് കഴിഞ്ഞ സർക്കാരിൻ്റെ. അതും നമ്മൾ തുടരുകയാണ്. കൃത്യമായ ഒരു കണക്ക് നോക്കിയാൽ വളരെ സിമ്പിളാണ്. 5 വർഷം കൊണ്ട് ഒന്നാം പിണറായി സർക്കാർ കൊടുത്തത് 35,000 കോടിയാണ്. അതിനകത്ത് 18 മാസത്തെ ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ കുടിശ്ശിക കൂടി ഉണ്ടായിരുന്നു. ഇപ്പോൾ 42 മാസം, 44 മാസമേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ കൊടുത്തേക്കുന്നതന്നെ 34,000 കോടിക്ക് അടുത്ത് എത്തി. അതായത് ഒന്നാം പിണറായി സർക്കാർ കൊടുത്തതിൻ്റെ തുകയ്ക്കടുത്ത് ഇപ്പോൾ തന്നെ എത്തി. ഈ ഗവൺമെൻറ് കാലാവധി കഴിയുമ്പോൾ ഇപ്പോൾ ഉള്ള തരത്തിൽ കൊടുത്തു തന്നെ പോയാൽ തന്നെ അത് 50,000 കോടിക്കും 55,000 കോടിക്കും ഇടയ്ക്ക് വരും. ഇത് മുഴുവൻ കൊടുത്തു തീർക്കുകയും ബാക്കി കാര്യങ്ങൾ ഏറ്റെടുക്കാൻ വരും. അല്ല, അതൊക്കെ കണക്കുകളാണ്. ഇപ്പൊ ആളുകൾക്ക് ഇതിനകത്ത് വേറൊരു കാര്യമുള്ളത്. ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ തുടർഭരണം പറഞ്ഞാൽ ഇപ്പോൾ മഹാരാഷ്ട്ര ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം. 3 മാസം കൊണ്ട് 1 ലക്ഷം കോടി രൂപയാണ് മഹാരാഷ്ട്ര സർക്കാർ സ്പെൻഡ് ചെയ്തത്. ജൂൺ മാസം 28-ാം തീയതിയാണ് ലാഡ്കി ബഹൻ സ്കീം പ്രഖ്യാപിക്കുന്നത്. തുടർന്ന് ഡയറക്റ്റ് ക്യാഷ് ട്രാൻസ്ഫർ. മധ്യപ്രദേശിലും ഇതുപോലെയായിരുന്നു. ഡയറക്റ്റ് ക്യാഷ് ട്രാൻസ്ഫറുകൾ സർക്കാരുകൾക്ക് തുടർഭരണം കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളത് സമീപകാല ഇന്ത്യൻ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ എല്ലാം ഉദാഹരണമാണ്. KN ബാലഗോപാലിന് മുകളിൽ വലിയൊരു ഭാരം വന്നിരിക്കുകയാണ് ഡെലിവറി ചെയ്യാൻ ഡയറക്റ്റ് ക്യാഷ് ട്രാൻസ്ഫറിനെ കുറിച്ച്. അല്ല, ഡയറക്റ്റ് ക്യാഷ് ട്രാൻസ്ഫർ സിസ്റ്റം തന്നെയാണ്. നമ്മളിപ്പോൾ ഇത്രയും വലിയ സ്കീം എവിടെയും നടക്കുന്നില്ല. ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഇത് കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ പ്രശ്നമാണല്ലോ. ഞങ്ങൾ ഭാവിയിലെ കാര്യങ്ങൾ തുടർന്ന് നോക്കും. അങ്ങനെ ആകുമ്പോൾ ഭാവിയിലെ കാര്യം തുടർന്ന് നോക്കും. ഇത് ആദ്യമേ കിട്ടാതിരിക്കുന്നവർക്ക് കിട്ടുന്നതാണല്ലോ ഒന്നാമത്തെ കാര്യം. അത് കൊടുക്കും. അടുത്ത ബജറ്റ് എന്ന് പറയുന്നത് ഫൈനൽ ബജറ്റാണ്. അടുത്ത ഫെബ്രുവരി. അടുത്ത ജനുവരിയിൽ മുഴുവൻ ഈ പറഞ്ഞ പെൻഷൻ കുടിശ്ശിക മുഴുവൻ കൊടുത്തു തീർക്കുകയും അടുത്ത ഫെബ്രുവരിയിൽ 2500 രൂപ എന്നത് പ്രഖ്യാപിക്കുകയും 2 മാസമെങ്കിലും 2 ഇൻസ്റ്റാൾമെൻറ്റെങ്കിലും 2500 ആക്കി കൊടുക്കുകയും ചെയ്താലേ മൂന്നാം ഭരണത്തെക്കുറിച്ചൊരു ഒരു എന്താ പറയുക സ്വപ്നമെങ്കിലും കാണാൻ പറ്റുമോ എന്നുള്ളൊരു യാഥാർത്ഥ്യബോധം ധനമന്ത്രിക്കുണ്ടോ? ഭാവിയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളതിനെ പറ്റി ഇപ്പം നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞത് അതെ, പണത്തിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായി. ഇത്രയും എല്ലാ ദിവസവും നമുക്ക് കിട്ടാനുള്ളത് വീണ്ടും വീണ്ടും ഓരോ ന്യായം പറഞ്ഞ് വെട്ടിക്കുറയ്ക്കുകയാണ്. കേന്ദ്രത്തിലെ ഒരു സഹമന്ത്രി മലയാളിയാണെന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. അദ്ദേഹം പറഞ്ഞത്, ഞങ്ങളീ തരുന്ന പണമില്ലെങ്കിൽ ഞങ്ങൾ തരുന്ന പണം കൊണ്ടില്ലേ നിങ്ങൾ നിത്യദിനാനം കഞ്ഞി കുടിച്ച് കിടക്കുന്നതെന്നുള്ള തരത്തിലല്ലേ പറഞ്ഞ ഇന്നലെ. ഇങ്ങനെ പറയുന്നൊരു മാനസികാവസ്ഥ വെറുതെ സഭയിൽ പറഞ്ഞത് മാത്രമല്ല, നമുക്കിവിടെ അർഹമായ പണത്തിനകത്ത് റവന്യൂ ചെലവിൻ്റെ 70%-ത്തിലധികവും നമ്മൾ സ്വന്തമായി കണ്ടെത്തുകയാണ്. ഇപ്പോൾ എല്ലാ സ്റ്റേറ്റിലും അങ്ങനെ ആണെങ്കിൽ കുഴപ്പമില്ല. ഇന്ത്യൻ ആവറേജിൽ 53% ഉള്ളൂ. ചില സ്റ്റേറ്റിൽ 40% അവരുടെ സ്റ്റേറ്റ് സ്വന്തമായിട്ട് കണ്ടെത്തുന്നുള്ളൂ. എന്നിട്ട് നമ്മളോട് ഇതെല്ലാം ഇങ്ങനെ ചെയ്തിട്ട് നമ്മളെന്താ വെറും പ്രാദേശികവാദം പറയുകയാണോ? അങ്ങനെ പറയുന്നൊരു സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു സമീപനത്തിനിടയിൽ കൂടിയാണ്. അതുകൊണ്ട് ദിവസം കരഞ്ഞുകൊണ്ടിരിക്കാനല്ല, 50,000 കോടി ഈ സമയത്ത് അടക്കം വർദ്ധിപ്പിച്ചിട്ട് നിലനിൽക്കുന്നത്. അല്ല, വെറുതെ വർത്തമാനം പറഞ്ഞിട്ടല്ല, നമ്മൾ ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. ഫ്രീ ബീസിനെ സംബന്ധിച്ച് CPM-ന്റെ കേന്ദ്ര നേതൃത്വം തന്നെ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ഈ ലാഡ്കി ബഹൻ പോലെയുള്ള സ്കീമുകളെ കുറിച്ച്. പക്ഷേ ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നത്, അടുത്ത ബജറ്റ് ആകുമ്പോഴേക്ക് 2500 രൂപ പ്രഖ്യാപിച്ച് 2 ഇൻസ്റ്റാൾമെന്റ് ഇലക്ഷന് മുമ്പ് കൊടുക്കുക എന്നുള്ള ഒരു വലിയ, അതിനെങ്ങനെ പണം കണ്ടെത്തണം എന്നൊരു ചിന്ത ഇപ്പോൾ തന്നെ ഉണ്ടോ? ഡയറക്റ്റ് ക്യാഷ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഇനി ഭരണം നിലനിർത്താൻ അനിവാര്യമാണെന്ന് ഡയറക്റ്റ് ക്യാഷ് ട്രാൻസ്ഫർ തന്നെയാണ് ഇപ്പോഴും നടക്കുന്നതെന്ന് എന്ന് പറഞ്ഞാൽ അത് അത്ര തുകയുടെ ആണല്ലോ. അപ്പോൾ ഈ എന്തായാലും നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന പദ്ധതികളിൽ നിന്ന് പുറകോട്ട് പോകില്ല, മുന്നോട്ടേ ഈ ഗവൺമെന്റ് പോകും. 2026 ആര് അധികാരത്തിലെത്തിയാലും തുടർന്ന് അങ്ങോട്ട് പല കാര്യങ്ങൾ, ഇപ്പോൾ പെൻഷന്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഇപ്പോൾ 900 കോടിയാണ് പ്രതിമാസ ഭാരം. അത് തുക കൂട്ടിയാൽ വീണ്ടും കൂടും. ഒപ്പം ഈ പെൻഷന്റെയും 100 രൂപ കൂട്ടി 1000 രൂപ കൂടും. 1000 രൂപ കൂടും. യെസ്, 1000 കോടിയാവും. അപ്പോൾ ഇതിങ്ങനെ കൂടി 2500 ആക്കിയ പിന്നെ പറയാൻ വേണ്ടല്ലോ. പക്ഷെ ഇതൊക്കെ ലാസ്റ്റ് 2026 കൂടിയെങ്കിലും ഒന്ന് സ്ട്രീം ലൈൻ ചെയ്യേണ്ടി വരില്ലേ? കുറയ്ക്കാൻ ഞാൻ പറയുന്നത്, ഗുണഭോക്താക്കളുടെ എണ്ണമെങ്കിലും കുറച്ച് യുക്തിസഹമാക്കേണ്ടി വരില്ലേ? സർക്കാർ ഫീസുകൾ കൂട്ടേണ്ടി വരില്ലേ? കൂടുതൽ യൂസർ ഫീകൾ ഏർപ്പാടാക്കേണ്ടി വരില്ലേ? ഞാൻ ഈ വർഷത്തെക്കുറിച്ചല്ല ചോദിക്കുന്നത്. 2026 സർക്കാർ അധികാരമേറ്റതിന് ശേഷം ഭാവിയിൽ ഏത് ഗവൺമെന്റ് ആയാലും, കേരളത്തിലല്ല ഇന്ത്യയിൽ എവിടെയായാലും ലോകത്തെവിടെയായാലും ഇപ്പോൾ ഉള്ളതിനേക്കാളും സ്ട്രീം ലൈൻ ചെയ്യേണ്ടി വരുമെന്നുള്ളതിന് സംശയമില്ല. നമ്മൾ കേരളത്തിൽ നടപ്പിലാക്കുന്ന കാര്യം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിലേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഈ ബജറ്റിൽ ധനമന്ത്രിയുടെ കാഴ്ചപ്പാട് ബോൾഡായിട്ടുള്ള നടപടികൾ എടുക്കുക എന്നുള്ളതാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ബോൾഡായിട്ടുള്ള സമീപനങ്ങൾ ഉണ്ടാവും. എന്നാൽ ജനങ്ങളെ
പൊതുവിശ്വാസത്തിൽ എടുത്തുകൊണ്ട് തന്നെയായിരിക്കും. ഓക്കെ,